ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലുള്ള പഴയ ഡ്രസ്സുകൾ കൊണ്ട് അല്ലെങ്കിൽ പഴയ തുണികൾ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുഷിനെ പറ്റിയാണ്. അപ്പോൾ പഴയ ഡ്രസ്സുകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ, അലമാരകളൊക്കെ ഫുള്ളായിട്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ. ഇത് ഞാൻ എന്തോ തയ്ച്ചപ്പോൾ അതിൽ ബാക്കി വന്നൊരു പീസാണ്. അപ്പോൾ ഒരു കട്ടിയുള്ളൊരു വിധം ക്ലോത്താണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ക്ലോത്ത് ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ച് ഭംഗിയുള്ള ക്ലോത്ത് പുറമെ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 16 ഇഞ്ചസ് ആണ്. വിഡ്ത്ത് വന്നിട്ട് 13 ഇഞ്ചസും. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഈ അളവ് ഞാൻ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ചാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പീസാണ് കിട്ടുക. ഇതാ ഇതുപോലെ ഉള്ളൊരു പീസാണ് കിട്ടുക. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ നമുക്കിതിനെ ഒന്ന് മടക്കി അടിക്കണം. ടോപ്പിൽ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിലൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് തയ്ച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വെൽവെറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ്. കുറച്ച് കട്ടിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ മെഷീനിൽ തയ്ക്കുമ്പോൾ അത് വലിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു സൂചി വെച്ചിട്ട് തുന്നിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയില്ലാത്ത മെറ്റീരിയലാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കട്ടിയുള്ളതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാ കട്ടിയുള്ളതാണെങ്കിൽ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കണം. അപ്പം ഞാനിത് സൈഡിലൊക്കെ ഇതുപോലെ തുന്നി കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് നൂല് പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞ് ഞൊറികളായിട്ട് ഇതുപോലെ കിട്ടും. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലെ കിട്ടും. നമുക്ക് ഇതുപോലെ മെല്ലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ മെഷീനിൽ സ്റ്റിച്ച് ഇതുപോലെ വലിക്കുമ്പോൾ നൂല് പൊട്ടും, അതുകൊണ്ടാണ് ഞാൻ തുന്നിയത്. അപ്പോൾ ഇതാ ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പൂ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അറ്റത്തെ ഈ 2 നൂലും ഒന്ന് സെക്യൂറായി ഒന്ന് കെട്ടിവെക്കാം. ഞാനതൊന്ന് കെട്ടിവെക്കുകയാണ്. അപ്പോൾ ഇത് കെട്ടിവെച്ചപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഫ്രണ്ട് ഭാഗം ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അടിവശം ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കുറച്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതാ ഇതുപോലെ കുറച്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി അതിലൂടെ നമുക്കൊരു ഇതുപോലെ ഒരു വള്ളി ഉപയോഗിച്ചിട്ട് അറ്റത്തൊരു പിന്നൂത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. ഏത് വള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഈ പീസിൻ്റെ ഉണ്ടായതുകൊണ്ട് ഞാനിതെടുത്തത് മാത്രം. വള്ളി നമുക്ക് പുറമേ കാണാത്തത് കൊണ്ട് തന്നെ ഏത് വള്ളിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ വള്ളീനെ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അതാ പുറത്തേക്ക് ഞാൻ എടുത്തു. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതവിടെ കിടക്കട്ടെ. ഇനി ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കവർ പോലെ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് വരുമ്പോൾ ഇതാ ഇതുപോലെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണുന്നുണ്ട്. ആ ഗ്യാപ്പ് മറക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലോത്താണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് സെയിം കളർ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ വരുന്ന പൂക്കൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് 5 ഇഞ്ചസ് ആണ്. ലെങ്ത്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ.
അപ്പം ഞാൻ ഇതുപോലെ ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഒരു വലിയ സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു വലിയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തു നിന്ന് ഒരു നൂലെടുത്തിട്ട് ഇതാ ഇതുപോലെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് ഇതുപോലെ കിട്ടും. അതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതാ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് വലിച്ചെടുക്കുമ്പോൾ. ഇനി നമുക്കിതിനെ ഒരു പൂ പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ നമുക്കൊരു ഫ്ലവർ മോഡൽ ഇതുപോലെ കിട്ടും. ഒന്ന് ഒതുക്കി നമ്മളുടെ കൈകൾ കൊണ്ടൊന്ന് ഒതുക്കി നല്ല വൃത്തിയായിട്ടുള്ളൊരു ഫ്ലവർ ആക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സൂചി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അറ്റമൊന്ന് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം. തുന്നി കൊടുക്കുകയോ കെട്ടി വെക്കുകയോ എന്ത് വേണേലും ചെയ്യാം. ഞാനിവിടെ തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ സെക്യൂറായി അവിടെ നിന്നോളും. അപ്പോൾ അതാ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര അറിയാത്തവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയ ഫ്ലവർ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റിച്ച് കൂടി നമുക്കൊന്ന് തുന്നി വെക്കാം. അപ്പോൾ അതവിടെ സെക്യൂറായിട്ട് നിന്നോളും. ഉള്ളിലൂടെ ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മളുടെ വേസ്റ്റായ എല്ലാ തുണികളും ഇതിലേക്ക് നിറച്ചു കൊടുക്കണം. ഞാൻ ചെയ്യുന്നത് കണ്ടില്ല, അതുപോലെ നമുക്ക് എല്ലാ തുണികളും ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. ഇനി തുണി തന്നെ വേണമെന്നില്ല, പഞ്ഞി ഉണ്ടെങ്കിൽ അതായാലും മതി. എന്നിട്ട് നമ്മളുടെ ഈ അടിയിൽ ഉള്ള നൂല് വള്ളിയില്ലേ, അത് ഇതുപോലെ ഒന്ന് വലിച്ച് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ച് മുറുക്കണം. ഇതുപോലെ നല്ലോണം വലിച്ചു മുറുക്കിയതിന് ശേഷം നമുക്ക് ഈ വള്ളി ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അത് പുറത്തേക്ക് വരുമൊന്നുമില്ല, അതുപോലെ അവിടെ കിടന്നോളും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളുടെ അടിപൊളിയായിട്ടുള്ളൊരു കുഷൻ ഇവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിലത്തെ പൂവൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സോഫയുടെ അവിടെയോ അതല്ല ബെഡിൻ്റെ അവിടെയോ എവിടെ വേണമെങ്കിലും നമുക്കൊരു ഭംഗിക്ക് വേണ്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്ര അറിയാത്തവർക്കായാലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ വേസ്റ്റായ തുണികൾ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനെ കൂടുതൽ ഭംഗി കൂട്ടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.